മുഹമ്മദ് അലി ബമാമർ അതുപോലെ തന്നെ കാൽ മക്യൂഗ് ഇവരുമായിട്ട് ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ഒരു രണ്ട് താരങ്ങളെ നിങ്ങൾക്ക് ഐസ് കളിക്കുന്ന ടൈമിൽ ഇവർ ഇഷ്ടമായിരുന്നു എങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക. 100 ലൈക്കിൻ്റെ ടാർഗറ്റ്. സോ എല്ലാവരും ആ ഒരു ടാർഗറ്റിലേക്ക് എത്തിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മുഹമ്മദ് അലി ബമാമർ അതുപോലെ തന്നെ കാൽ മക്യൂഗ് ഇവർ രണ്ടുപേരും എന്താ പറയുക ISൽ നിന്ന് വിടവാങ്ങാൻ പോവുകയാണെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. രണ്ടുപേരും ക്ലബ്ബ് വിട്ടിരിക്കുകയാണ്. ഇപ്പോൾ FC ഗോ വിട്ടിരിക്കുകയാണ് കാൽ മക്യൂഗ്, അതുപോലെ നോർത്ത് ഈസ്റ്റ് വിട്ടിരിക്കുകയാണ് ബമാമർ. ഇനി ഒരു ISലിൽ തുടരുമോ ഇല്ലയോ എന്നുള്ള കാര്യം മാത്രമേ സംശയമുള്ളൂ. കാൽ മക്യൂഗിനെ സ്വന്തമാക്കാൻ ചെന്നൈയിൻ FC ശ്രമിക്കുന്നു എന്ന തരത്തിലുള്ള വാർത്തയുണ്ട്. ബട്ട് ബമാമറിൻ്റെ കാര്യത്തിൽ ഇതുവരെ ഒരു കൺഫർമേഷൻ ഇല്ല എന്ന് തന്നെ പറയണം. സോ എന്തായാലും നമുക്ക് കണ്ടു തന്നെ അറിയാം, രണ്ട് മികച്ച ഡിഫൻസീവ് മിഡ്ഫീൽഡർമാർ ക്ലബ്ബ് വിടുപോകുന്നു. ബമാമർ ആണെങ്കിൽ നോർത്ത് ഈസ്റ്റിനെ ഡ്യൂറൻ കപ്പിലേക്കും അതുപോലെ തന്നെ എന്താ പറയുക ISലിൻ്റെ പ്ലേ ഓഫിലേക്കും എത്തിക്കാൻ സഹായിച്ചൊരു താരമാണ്. അതുപോലെ കാൽ മക്യൂഗിനെ നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം എന്താ പറയുക മോഹൻ ബഗാൻ്റെ കൂടെ കിരീടം നേടിയിട്ടുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹം FC ഗോവയുടെ കൂടെ കിരീടം നേടിയിട്ടുണ്ട്. സോ ഒരു കിരീടം നേടുന്നൊരു താരമാണ് കാൽ മക്യൂഗ്. സോ അദ്ദേഹം എവിടേക്ക് പോകും എന്നൊക്കെ കണ്ടറിയാം. ഇതിൽ കാൽ മക്യൂഗ് ഇന്ത്യയിൽ തുടരാനുള്ള സാധ്യത കൂടുതലാണ്. ബട്ട് ബമാമർ മിക്കവാറും വിടുമെന്ന് തന്നെയാണ് തോന്നുന്നത്. ഇതിനെക്കുറിച്ച് ഞങ്ങളുടെ അടുത്ത് വിളിക്കണേ ഗുഡ് ബൈ. എന്തായാലും ഹീസസ് സമിന്നസിനെ വിട്ട് കളഞ്ഞതുമായിട്ട് ബന്ധപ്പെട്ട് അഭിക് ചാറ്റർജി പറഞ്ഞൊരു കാര്യമാണ്. അതായത് ഞങ്ങളൊരു പ്ലെയറിനോടും ക്ലബ്ബ് വിട്ടുപോകാൻ പറഞ്ഞിട്ടില്ല. അതായത് ഇവർ 1-2 വർഷം കോൺട്രാക്റ്റുള്ള പ്ലേയേഴ്സാണ്. സോ ഇവർ ക്ലബ്ബ് വിട്ട് പോവുകയാണെന്ന് പറയുമ്പോൾ ഇവർക്ക് ട്രാൻസ്ഫർ ഫീയും മറ്റു കാര്യങ്ങളും ഒക്കെ നൽകേണ്ടതായിട്ട് വരും. സോ അത് ഞങ്ങൾ ചോദിക്കുന്നില്ല. ഇവർ പോകാൻ നേരത്ത് അങ്ങനെ ഒരു തടസ്സം ഞങ്ങൾ വെക്കുന്നില്ല. അതാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത് മാത്രമാണ് അഭിക് ചാറ്റർജി പറയുന്നത്. അല്ലാതെ ഇവരോട് ഇറങ്ങി പൊയ്ക്കാമെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ എന്ന് പറയും.